ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് പ്രലോഭനങ്ങളുടെ കാലഘട്ടമാണ്. ആത്മീയവും ആന്തരികവുമായ ഒട്ടനവധി സംഘർഷങ്ങളുടെ പാരമ്യത്തിലാണ് മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ സാഹചര്യങ്ങളോട് ശരിയായ സമീപനം സാധ്യമാകുന്നിടത്ത് മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയൂ. ഇതിന്റെ മധ്യത്തിലും ഒരു നൊയമ്പ് കാലം വീണ്ടും സമാഗതമായിരിക്കും. നൊയമ്പ് കാലഘട്ടം ഒരു വിശ്വാസിക്ക് അതിജീവനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ത്യജിക്കലിന്റെ കാലയളവാണ്. രുചി വെടിഞ്ഞ് രുചി പകരുക, നന്മയാൽ തിന്മയെ ജയിക്കുന്നതിനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സുള്ളിക്ക് രൂപാന്തരപ്പെടുന്നതിനും വിശുദ്ധ നാളുകൾ നമ്മെ ആഹ്വാനം ചെയ്യും. നൊമ്പരങ്ങളുടെ നാദമുണർത്തുന്ന ാണ് നൊയമ്പ്. നമ്മുടെ ജീവിതത്തെ ഒരു സ്തോത്രയാഗമാക്കി തീർക്കുന്ന നൊയമ്പ് കാലം നമുക്ക് സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ചിഹ്നമായ ക്രൂശിന്റെ വാഹകരായി ജീവിപ്പാൻ സാധിക്കട്ടെ. നൊയമ്പ് അഥവാ ലെന്റ്, ലേൺ ടു സ്റ്റേ അലൈവ്, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. എൻഗേജ് വിത്ത് വേർഡ്സ്, വചനപ്രകാരം ജീവിക്കുക. നേച്ചർ, our relationship. ട്രസ്റ്റ് ഇൻ ഗോഡ്, പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വയ്ക്കുക. നൊയമ്പ് നാം എങ്ങനെ ആചരിക്കുന്നു എന്ന് മാത്രം, ആരാധിക്കുന്നു, എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല നമ്മുടെ ആചരണം നമ്മെ ആരാക്കി തീർക്കുന്ന എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഈ നൊയമ്പിന്റെ സന്ദേശം നമുക്ക് പുതുജീവിത സാധ്യതകളെ കാണുവാൻ സഹായിക്കട്ടെ. അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 11 വരെ. 2:5. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഒന്നാമതായി, നാം അറിയാതെ നമ്മെ സഹായിക്കുന്നവനാണ് ദൈവം. ഇവിടെ യേശു ഇതിന്റെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. രണ്ടാമതായി, രൂപാന്തരീകരണമാണ്. നമ്മൾ ഈ സംഭവത്തിലെ കല്യാണത്തിലൂടെ ശിഷ്യന്മാരെയും കൂടിയിരുന്ന ജനത്തിലും രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം ദർശിക്കാം. ജീവിതത്തിന്റെ ഇല്ലായ്മയിൽ അവൻ വരും. കണക്ക് തെറ്റാതെ സൂക്ഷിക്കുന്ന തമ്പുരാൻ രൂപാന്തരമാണ്. മുറ്റത്തെ കിണറ്റിൽ അവൻ വരുമ്പോൾ വീഞ്ഞുണ്ടാകാം. മൂന്നാമതായി, അവർക്ക് വീഞ്ഞില്ല എന്ന പ്രതിസന്ധിയിൽ അവരറിയാതെ തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു വലിയ ദൈവത്തെ നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നു. നാലാമതായി, അവൻ കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. രൂപാന്തരങ്ങൾക്ക് കാരണമാകുന്ന ചില ഇടപെടലുകൾ ഉണ്ട്. ശൂന്യതകൾ നിറയുവാൻ പ്രാർത്ഥനയിലൂടെ ഒരു മധ്യസ്ഥയായി അമ്മ മറിയ കർത്താവിന്റെ മുൻപിൽ നിന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളിയാണ്. കുറവുകൾ പറഞ്ഞ് പരിഹസിക്കുന്ന നമ്മുടെ കപട ആത്മീയ വാദങ്ങളെ പരിഹരിക്കാം. 5, കൽപാത്രങ്ങൾ നിറയ്ക്കുക. പ്രതിസന്ധികൾ അവരറിയാതെ തന്നെ പരിഹരിക്കപ്പെടുകയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളും നാം അറിയാതെ തന്നെ മാറിപ്പോയിട്ടില്ലേ? അവയെ മാറ്റിത്തരുന്ന ദൈവത്തെ ഒരിക്കലും മറക്കരുത്. 6 മുതൽ 11 വരെ യേശു ക്രിസ്തുവിലുള്ള പുതുജീവിതം നമുക്ക് ലഭിക്കുന്നു. 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങളിലാണ് വെള്ളം നിറച്ച് വീഞ്ഞാക്കി മാറ്റിയത്. അവിടെയാണ് ഉപയോഗശൂന്യമായിരുന്ന നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ ഇടപെടലിലൂടെ മറ്റുള്ളവർക്ക് ഗുണകരവും അനുഗ്രഹമുള്ളതാക്കി തീർക്കാം. കൽപ്പന അനുസരിച്ച് കൽപ്പനകൾക്ക് മുൻപിൽ പൂർണ്ണമായി വിധേയത്വം, രൂപാന്തര പ്രക്രിയ അവിടെ നടന്നു. വിരുന്നുവാഴിക്ക് കൊടുത്തു. രൂപാന്തരപ്പെട്ട വെള്ളം
കർത്താവ് വാഴ്ത്തി നൽകുന്നു. അത് എത്ര ശ്രേഷ്ഠം! അത് സംതൃപ്തി വീട്ടുകാർക്ക് നൽകുന്നു. ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ അവൻ വരും. കണക്ക് തെറ്റാതെ സൂക്ഷിക്കുന്ന തമ്പുരാൻ രൂപാന്തരമാണ്. വർജനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങൾ തിരക്ക് പിടിച്ചുള്ള ജീവിതയാത്രയിൽ സ്വയം ശുദ്ധീകരണത്തിനും പുതുക്കത്തിനുമായി വേർതിരിക്കുവാൻ യേശു കർത്താവ് നമ്മെ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. അതിന് ഈ നൊയമ്പുകാലം നമുക്ക് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, രൂപാന്തരപ്പെടുത്തുന്ന ജീവിതം എന്നും ഞങ്ങൾക്ക് തരണമേ. പ്രതിസന്ധികളെ നീക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ കൃപ തരണമേ. ആമേൻ.